നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കുറെ നാളായി ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എന്താ പറയാ ഷൂട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടൊക്കെ. സോ കുറെ നാളിന് ശേഷം ഞാൻ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഇത് ഒത്തിരി അതിരാവിലെ ഒന്നല്ല കേട്ടോ, അത്യാവശ്യം ലേറ്റായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഓഫീസും വർക്കൊന്നും ഇല്ലാത്ത വന്നിട്ട് ഒത്തിരി രാവിലെ ഒന്നും അങ്ങനെ എഴുന്നേക്കാറില്ല കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ ടേബിളിലെ സൈഡിലുള്ള അത് മാത്രമല്ല വീട്ടിലുള്ള ഫുള്ള് വിൻഡോസ് ഞാൻ ഓപ്പൺ ചെയ്തിടാറുണ്ട് കേട്ടോ. എനിക്കൊരു ഫ്രെയിം വർക്ക് ഇന്ന് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ ഞാൻ എന്തായാലും അതങ്ങനെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അത് പോകുമ്പോൾ ഞാൻ തുണിയിൽ കൊടുത്തു വിടാനുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു പേപ്പർ ഉണ്ടോ, കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോ കണ്ടതായിരുന്നേ. നമ്മുടെ റാപ്പിംഗ് ഷീറ്റ് ആണ് അത് റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ ഉണ്ടായിരുന്നത് മറ്റേ പൂവിന്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള, എസ്തെറ്റിക് എന്നല്ല വിന്റേജ് ടൈപ്പിലുള്ള കുറെ റാപ്പിംഗ് ഷീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ അത് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്ടോ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഈ ഒരു A5 സൈസിലുള്ള ഫ്രെയിം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബുക്സ് ഒക്കെ എടുത്തിട്ട് വന്ന് ടേബിളിൽ ഇരുന്ന് കുറച്ചങ്ങോട്ട് കണക്കൊക്കെ കൂട്ടാനുണ്ടായിരുന്നു. ലായനയുടെ കുറച്ച് എന്താ പറയാ ഒരു കാര്യങ്ങളും പ്രോപ്പർ വേയിലല്ല ഇപ്പൊ പോകുന്നത്. അപ്പൊ അതൊന്ന് പ്രോപ്പർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കും. എന്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ വലിയ ഓർഡേഴ്സ് ഒന്നും ഡെയിലി ഒന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇടയ്ക്ക് ഓർഡേഴ്സ് കിട്ടും, ചിലപ്പോൾ കിട്ടുമ്പോൾ ഒന്നോ രണ്ടോ ഒരുമിച്ചിട്ടും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോ ഡേറ്റ് ഇട്ടിട്ട് ആ ഡേറ്റിന് ഓർഡേഴ്സ് ഉണ്ടെന്നാണെങ്കിൽ ഉണ്ട്, ഇല്ലെന്നാണെങ്കിൽ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചതായിരുന്നേ. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം തന്നെ ഒരു കോംബോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രൊഡക്ട്സിന്റെ. അപ്പൊ ആ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കോംബോ ഓഫർ പോലെ. അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഓർത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ടർ ഒന്ന് കുറച്ച് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബ്രെഡും ബട്ടറും കഴിക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലട്ടോ, ലേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഷൂട്ട് കണ്ടിട്ട് ഞാൻ അത് കൊണ്ടൊന്ന് കാണിച്ചു തരുന്നേ. പിന്നെ ഞാൻ അതിന്റെ വീട്ടിലൊക്കെ ബ്രെഡും ബട്ടറും കഴിക്കണതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഷുഗർ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇട്ടിട്ടാണ് കഴിക്കാറുള്ളത്. ഞാനിപ്പോഴും സാധാരണ ബട്ടർ വെച്ചിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഷുഗർ അതിന്റെ മുകളിൽ കുറച്ചിങ്ങനെ വലിയ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കിച്ചണിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയതായിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഒരു ബീറ്റ്റൂട്ടും പരിപ്പും വെച്ചിട്ട് ഒരു കറി കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ. അപ്പൊ ഒരു ബീറ്റ്റൂട്ട് ഉണ്ട്, കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് കുക്കിംഗ് ഇപ്പോഴും വലിയ പിന്നെ പറഞ്ഞില്ലേ ഈ കറി ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഫ്ലോപ്പ് ആയാലും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ട് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് അതിന്റെ കൂടെ ഞാതിന്റെ എനിക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊക്കെ തരുന്നുണ്ട്. കറക്റ്റ് ലഞ്ചിന്റെ ടൈമിനകത്ത് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മച്ചി അവൾ പോയപ്പോ ജസ്റ്റ് ഇങ്ങനെ വന്നതായിരുന്നു വീട്ടില്. അപ്പൊ ലഞ്ച് ഉമ്മച്ചിയുടെ കൂടെ കഴിച്ച് ഉടനെ തന്നെ ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോംബോ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോ ഷൂട്ടിങ്ങും ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ ഈ കോംബോ കാണാൻ പറ്റൂട്ടോ. ഇതെല്ലാം കൂടി ₹9 ആണ്. കാണുന്ന സമയത്ത് എന്റെ ടേബിളിലെ സൈഡിൽ വന്നിക്കാൻ വേണ്ടി നല്ല രസമാണ്. നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ ലൈനിൽ തന്നെ കുറച്ച് നെയിൽ പോളിഷിന്റെ കളക്ഷൻസ് പുതിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എല്ലാം എടുത്തോട് തന്നെ എടുത്ത് വെച്ചോണ്ടിരിക്കുവാണ്. ഇന്ന് കുറച്ചധികം വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഫോം ഗ്ലോ വെച്ചിട്ടുണ്ടാക്കിയ ഒരു കീ ചെയിൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി എല്ലാം കഴിഞ്ഞു. അത് എടുത്ത് വെച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മച്ചിന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ആക്കി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ അതും അതിന് വീട്ടിലിരിക്കുവായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. എനിക്ക് പോയപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ചേരം പോസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ വീട്ടിലുള്ള അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഓഫീസൊക്കെ നിർത്തി വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴുള്ള മെയിൻ ഒരു എന്താ പറയാ കൊള്ളില്ലാത്തൊരു ഹാബിറ്റ്സ് ആണ് ഇടക്കിടക്ക് ഇങ്ങനെ ചായ വെച്ചോണ്ടിരിക്കല്. ഓഫീസിൽ പോണ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ള ടൈം കിട്ടാറില്ലല്ലോ. ചായ എടുക്കലൊക്കെ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഹാഫ് ഗ്ലാസ് ചായ എടുത്തിട്ടുള്ളൂ. അതിന്റെ കൂടെ ഉമ്മച്ചി വന്നപ്പോ കൊണ്ടുവന്ന ഒരു എന്തോ റോളായിരുന്നു, ചിക്കൻ റോളായിരുന്നു തോന്നുന്നു. ആ ചിക്കൻ റോളും അതിന്റെ കൂടെ തന്നെ ഹാപ്പി എനിക്ക് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഈ ഒരു ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് വായിക്കണം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും ഹാപ്പി എനിക്ക് വാങ്ങിച്ചു. ഞാൻ വായിച്ച് വെച്ചൊരു പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചായയുടെ കൂടെ നൈസായിട്ട് ഒരു 1 hour വരെ ഞാൻ ബുക്കൊക്കെ വായിച്ചിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ റീഡിങ് ഹാബിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ ബുക്സ് കിട്ടിയാൽ വായിക്കും, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ വായിക്കും. കൂടുതൽ ഫോണിലൊക്കെ ആയതുകൊണ്ട് തന്നെ റീഡിങ് ഹാബിറ്റ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരണമെന്നുണ്ട്. കാരണം എപ്പോഴും ഫോണിലൊക്കെ ആകുമ്പോഴും ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഈ ബുക്കിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ബുക്സ് എല്ലാരും ഇങ്ങനെ വായിക്കുന്നു പറയണ്ടായിരുന്നു. ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഉച്ചക്കുള്ള സെയിം കറിയൊക്കെ തന്നെയായിരുന്നേ. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നത് ഫുഡൊക്കെ കഴിക്കാണ്. ഞാൻ കുറച്ച് ഫുഡ് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അതിനും കൂടി കുറച്ചിങ്ങനെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി നടക്കാൻ പോയ ഗ്യാപ്പിൽ ഞാനൊരു ജേർണലിംഗ് ചെയ്യാന്ന് വിചാരിച്ച്. ഓൾറെഡി ഞാൻ ഒക്ടോബറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. പക്ഷേ
ഓഫീസൊക്കെ നിർത്തി ഇപ്പൊ ഫ്രീ ആയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ചുമ്മാ ഇരുന്ന് കുറെ ദിവസം എന്റെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ഞാൻ അപ്പൊ ഇന്ന് എന്തായാലും ഒരു ജേർണലിംഗ് ചെയ്യാം. കാരണം ഒക്ടോബർ കഴിയാറായില്ലേ, ഇതിപ്പോ ഒരു ഏകദേശം 25 ആയിട്ടായിരിക്കും. ഒരു തീം എന്ന് പറയുന്ന ഒരു ഹാലോവിന്റെ ഒരു തീമിലാണ്, കാരണം ഒക്ടോബറിലെ ഹാലോവിൻ ആണല്ലോ മെയിൻ. പക്ഷെ അതിനകത്ത് എഴുതുന്ന കാര്യങ്ങളൊന്നും ഹാലോവിൻ റിലേറ്റഡ് അല്ല, പക്ഷെ ഒക്ടോബർ റിലേറ്റഡ് ആണ്. കാരണം ഞാൻ ഓഫീസൊക്കെ നിർത്തിയത് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും കൂടിയൊക്കെയാണ്. അപ്പൊ അതൊക്കെ വർക്ക് ആവോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. ഒരു 6 month ഞാൻ എനിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ആയി, അല്ലെങ്കിൽ ബാക്ക് ടു എന്തെങ്കിലും ഓഫീസ് വർക്കോ അല്ലെങ്കിൽ 9 to 5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നാണ്. അപ്പൊ എന്താ ഈ ഒരു 6 month പീരീഡ് സ്റ്റാർട്ട് ചെയ്തത് ഈ 2025 ഒക്ടോബർ മുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ഈ ചാനൽ എടുത്ത് നോക്കുന്ന സമയത്ത് സക്സസ് ആയിട്ടുണ്ടാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചെയ്തൊരു ഹാലോവിന്റെ ചാനലായിരുന്നു. ഈ ഹാലോവിൻ ചെയ്തത് ഒരു നവംബറിലായിരുന്നു കഴിഞ്ഞ വർഷം. അതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, കാണാത്തവരെ ജസ്റ്റ് ഒന്ന് കണ്ടു. ഈ ചാനലിങ് കഴിഞ്ഞ ഒരു ഏകദേശം ഞാൻ സമയം നോക്കിയപ്പോ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി കിടക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. മെയിനായിട്ട് ഞാനിങ്ങനെ ഓഫീസൊക്കെ സ്റ്റോപ്പ് ചെയ്തത് എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ടായിരുന്നു കേട്ടോ. ഈ ജേർണലിങ്ങും ഈ ഒരു വീഡിയോ എടുക്കലും ഷൂട്ടിങ് എഡിറ്റിംഗ് ഒക്കെ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓഫീസും അതിനും വീടും ഒക്കെ കൂടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്റെ ഫാമിലിയിൽ എനിക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആകെ സപ്പോർട്ട് ചെയ്യുന്ന അത് മാത്രമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഒരു കമന്റ് ആയിരുന്നു. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.